അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, പുതിയൊരു അവതാരത്തെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് പറയുന്നത്? ഇതിങ്ങനെ കുട്ടികളെ തലയെക്കെട്ടും കെട്ടി ഇങ്ങനെ വിടുകയാണ് മുസ്ലിയാക്കന്മാർ, എന്നിട്ട് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കുക. ഒന്ന് കേട്ടു നോക്കുക, എന്ത് വിഡ്ഢിത്തരമാണ് പറയാൻ പോകുന്നതെന്ന്. നമ്മുടെ നാട്ടിൽ കുറെ ആളുകളുണ്ട്, മഹാന്മാരെ ആദരിക്കാൻ പാടില്ല, അവരുടെ സ്മരണ പുതുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ. യഥാർത്ഥത്തെ കേട്ടില്ലേ സഹോദരങ്ങളെ? എന്താ ഇപ്പോൾ പറഞ്ഞേ? നമ്മൾ ചെറിയ ചെറിയ ഭാഗമായിട്ട് കേൾപ്പിക്കാൻ വെച്ചിട്ടാ. മഹാന്മാരെ ബഹുമാനിക്കാൻ പാടില്ല, ആദരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. മുജാഹിദുകളെ കുറിച്ച് പറയുകയാണ്. ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ കുട്ടികൾ കേൾക്കുന്നത്. അപ്പോൾ മഹാന്മാരെ ബഹുമാനിക്കാൻ പാടില്ല, ആദരിക്കാൻ പാടില്ല എന്ന് മുജാഹിദുകൾ എവിടെയാണ് പറഞ്ഞത്? ഇതാണ് ചോദ്യം. ഒന്നാമതായിട്ട് മറുപടിയിൽ കാണിക്കണം. നമ്മുടെ മറ്റേ മുല്ലക്കുട്ടിൻ്റെ പോലെ ആവരുത്. കാരണം അഹമ്മദ് VP ആണ്, മെമ്പർഷിപ്പ് എടുത്തു വെച്ചോ, ഞാൻ അങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച് വരുത്തനുണ്ടായിരുന്നു. അവനെപ്പോലെ ആവരുതേ, മറുപടി വരണം. അടുത്തത് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. യഥാർത്ഥത്തിൽ അവരൊക്കെ എന്തിനാ ഹജ്ജിന് പോകുന്നത്? കാരണം ഹജ്ജിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഏകദേശം എല്ലാ അമലുകളും മഹാന്മാരെ അനുസ്മരിക്കലും അവരെ ആദരിക്കലുമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്ലെറിഞ്ഞതുപോലെ എറിയ, ഹാജറ ബി റളിയല്ലാഹു അൻഹ നടന്നെത്തുകൂടി നടക്കുക, ഓടിയ സ്ഥലത്ത് ഓടുക, അഥവാ മഹാന്മാരെ അനുധാവനം ചെയ്യുക, മഹാന്മാരെ ആദരിക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ള എല്ലാ അമലുകളുടെയും ലക്ഷ്യം. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അവരെ ആദരിക്കുന്നത്? അല്ലാഹു തആല അവരെ ആദരിച്ചു, അതുകൊണ്ട് നമ്മൾ ആദരിക്കുന്നു. ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള മഖബറകളിൽ ഇവിടെയുള്ള സുന്നികളായ ആളുകൾ ചെയ്യുന്നത്. സഹോദരങ്ങളെ കേട്ടില്ലെങ്കിലേ എന്താ പറഞ്ഞേ? ഹജ്ജ് എന്താണ്? ഹജ്ജ് ഇബ്രാഹിം നബി എറിഞ്ഞ പോലെ എറിയുന്നു, കല്ലെറിയുന്നു, ഹാജറാബി നടന്ന പോലെ നടക്കുന്നു. അതൊക്കെ മഹാന്മാരോടുള്ള ആദരവാണ്, ബഹുമാനമാണ്. ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. കുട്ടിയോ എങ്ങനെ ഹജ്ജ് ചെയ്യണം എന്നുള്ളത് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്, പ്രമാണങ്ങളിൽ വന്നിട്ടുണ്ട്. എവിടുന്ന് തുടങ്ങണം, എവിടെ എത്ര തവാഫ് ചെയ്യണം, എവിടെ കൈ ഉയർത്തണം, എവിടെ മുത്തണം എന്നെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഞങ്ങൾ എതിർക്കുന്ന മഖ്ബറയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തോന്നിവാസങ്ങൾ, ഇനി കുറച്ച് ക്ലിപ്പുകൾ കാണിക്കാം. എന്താണ് ഞങ്ങൾ എതിർക്കുന്ന കാര്യം, എന്താണ് മഖ്ബറയിൽ നടക്കുന്നത്, അത് കാണണ്ടേ? ആളുകൾക്ക് പഠിക്കട്ടെ. വലിയവരെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചിട്ട് കാര്യമല്ലോ. ആളുകൾ പഠിക്കുക. കല്ലിന്റെ മുന്നിലാണ് ആളുകൾ പ്രാർത്ഥിക്കുന്നത്, കല്ലിനോട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് ആരാധനയാണ്. ആ പ്രാർത്ഥന കല്ലിനോട്, മരത്തിനോട്. കണ്ടു നോക്കൂ നിങ്ങൾ, ഒരു തങ്ങളെ മുന്നിൽ നിൽക്കുന്നത് ആരാണ്? ഇതൊക്കെ ബഹുമാനവും ആദരവോ? ഇതിന്റെ പേരോ? ഇത് ആരാധനയാണ്, പച്ചയായ ഷിർക്കാണിത്. ഇന്ന ഷിർക ലദുൽമുൻ അളീം, ഷിർക്ക് ഭയങ്കരമായ അക്രമമാണ്. മുസ്ലിയാരെ രക്ഷപ്പെട്ടോളി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.